Hi students. Fundamental rights in ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അടുത്തത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകും, ആര് നമുക്ക് വേണ്ടി ചോദ്യം ചെയ്യും, ആര് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ 32 പ്രധാനമായിട്ടും പറയുന്നത്. ആർട്ടിക്കിൾ 32 ബേസിക്കലി പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതെങ്കിലും സ്റ്റേറ്റ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും സ്റ്റേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, സ്റ്റേറ്റ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാളാണ് സുപ്രീം കോർട്ട്. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടിനെ നമ്മൾ ഗ്യാരണ്ടിയർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സുപ്രീം കോർട്ട്. പക്ഷെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് മാത്രമല്ല, മറിച്ച് നമുക്ക് ഹൈക്കോർട്ടിലേക്കും പോകാൻ പറ്റും. പക്ഷെ അവിടെ വരുന്ന ആർട്ടിക്കിൾ ഡിഫറെൻ്റ് ആണ്. അത് ആർട്ടിക്കിൾ 226 ആണ്. ഈ 226 എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ ചോദിച്ചാൽ അല്ല. പക്ഷേ ഇവിടെ ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ടിലേക്ക് പോകുന്നത് മാത്രമാണ് നമ്മളുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 226 ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. പക്ഷേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എന്തെങ്കിലും വയലേഷൻ വരികയാണെങ്കിൽ നമുക്ക് എങ്ങോട്ടേക്ക് പോവാം, ഹൈക്കോർട്ടിലേക്ക് പോവാം. ആദ്യം നമുക്ക് പ്രിഫറൻസ് എവിടേക്കാണ്, ഹൈക്കോർട്ടിലേക്കാണ്. ഹൈക്കോർട്ടിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാം. പക്ഷെ ആൾക്കാർ എപ്പോഴും സുപ്രീം കോർട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീലൊന്നും വഴി നമുക്കൊന്നും പോകണം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് പോകാം, സുപ്രീം കോർട്ടിലേക്ക് പോകാം. അപ്പോൾ ആർട്ടിക്കിൾ 32 നമ്മൾ പറഞ്ഞ പോലെ റൈറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. നമ്മൾ വയലേറ്റ് ചെയ്തു, നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് വയലേറ്റ് ചെയ്യപ്പെട്ടു. സ്റ്റേറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് പോവുക, നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് പോകുന്നുള്ളതാണ്. അതിൻ്റെ ഒരു അതായത് നമുക്ക് റെമഡീസ് കിട്ടാൻ അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീജിയേഴ്സാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്ന് പറയുന്നതാണ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോർട്ടിലേക്കോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലേക്കോ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. അപ്പം നമുക്ക് ഓരോ റിറ്റുകളെയും കുറിച്ചൊന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ആദ്യത്തെ റിറ്റാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് നമ്മൾ ഒരുപാട് സിനിമകൾ, സുരേഷ് ഗോപി മുതൽ എല്ലാ പടങ്ങളും നമ്മൾ ഒരുപാട് കേട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഹാവ് ദ ബോഡി എവിടെ, എங்கே, അതാണ് നമ്മൾ ചോദ്യം. അതാണ് ഹേബിയസ് കോർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ടു ഹാവ് ദ ബോഡി ഓഫ്. നമ്മൾ ഒരാളെ ഡിറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരാളെ നമ്മൾ പബ്ലിക് അതോറിറ്റിയിൽ നിന്നോ പ്രൈവറ്റ് അതോറിറ്റീസോ ഒരാളെ ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം, റിറ്റ് കൊടുക്കാം. ഏതാണ്? ഹേബിയസ് കോർപ്പസ് കൊടുക്കാം. അതിനാണ് നമ്മൾ പറയുന്നത്. എന്നുവെച്ചാൽ ബോഡി നമുക്ക് പ്രസൻറ്റ് ചെയ്യുക, കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യുക, അയാളുടെ ബോഡി പ്രസൻറ്റ് ചെയ്യുക. അതാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ടു ഹാവ് ദ ബോഡി ഓഫ്. അത് കഴിയുന്നതാണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ്. നമ്മളൊരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. മാൻഡമസ്, മാന് ഭയങ്കര അടിപൊളി ഒരു സ്ട്രെങ്ത്, അതാണല്ലോ നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ മാൻഡമസ് നമ്മൾ കമാൻഡ് ചെയ്യുന്നു, അതാണ് മാൻഡമസ്. നമ്മൾ കമാൻഡ് ചെയ്യാണ് ഈ കോർട്ട് പബ്ലിക് ഓഫീഷ്യൽസിനോട് കമാൻഡ് ചെയ്യാണ്. നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ ചെയ്യണം, കമാൻഡ് ചെയ്യ് എന്ന് പറയുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്, രണ്ടാമത്തേത് മാൻഡമസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ബോഡി പ്രസൻറ്റ് ചെയ്യുന്നതും, മാൻഡമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡ് ചെയ്യാണ്. ഹൈക്കോർട്ട് അല്ലെങ്കിൽ കോർട്സുകൾ ലോവർ പബ്ലിക് ഓഫീസേഴ്സിനോട് കമാൻഡ് ചെയ്യുക, നിങ്ങളെ പണി നിങ്ങൾ ചെയ്യ്, അതാണ് രണ്ടാമത്തെ വരുന്നത്. മൂന്നാമത്തേതാണ് പ്രൊഹിബിഷൻ. അതിൽ ആ പേരിൽ തന്നെ പ്രൊഹിബിറ്റ് ചെയ്യുക, ഫോർബിഡ് ചെയ്യുക, ചെയ്യാതിരിക്കുക. അധികവും ഈ ഹൈക്കോർട്ട് ലോവർ കോർട്ടിനോട് പറയാം നിങ്ങളത് ചെയ്യണ്ട. ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യണ്ട എന്ന് ഹൈക്കോർട്ടോ അല്ലെങ്കിൽ ഹൈക്കോർട്ടുകൾ വെച്ചാൽ തുടർന്ന് നമുക്കറിയാം, നമ്മൾ ഇൻറ്റഗ്രൽ സിസ്റ്റം ഓഫ് കോർട്ടുകളാണ് നമുക്കറിയാം. അപ്പം ഒരു ഉയർന്ന ഇതിൽ നിൽക്കുന്ന കോർട്ട് താഴെയുള്ള കോർട്ടിനോട് പറയാം നിങ്ങളത് ചെയ്യണ്ട. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്തത് സെർഷ്യോററി ടു സർട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ ടു ഇൻഫോം ചെയ്യുക. അതായത് ഹയർ കോർട്ടുകൾ ലോവർ കോർട്ടുകളോട് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർഷ്യോററി എന്ന് പറയുന്നത്. നിങ്ങൾ ആ കേസ് ഇങ്ങോട്ടേക്ക് തന്നേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് കവിഞ്ഞിട്ടാണ് നിങ്ങൾ പ്രൊസീഡിങ്സ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ സെർഷ്യോററി എന്ന് പറയുന്നത്. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ ടു സർട്ടിഫൈ ചെയ്യുക. ഹയർ കോർട്ട് ലോവർ കോർട്ടിനോട് പറയാം, ആ കോർട്ട് ഇങ്ങോട്ടേക്ക് ആ കേസ് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനിലേക്കാണ് കൂടുതൽ പണിയെടുക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നതിനാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റാണ് ക്യോ വാറണ്ടോ. അങ്ങനെ ആലോചിച്ചാൽ മതി. എന്ത് അതോറിറ്റിയിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഒരു പബ്ലിക് ഒഫീഷ്യലിൽ നിൽക്കുന്ന ഒരാളോട് നമ്മൾ എന്തിന്, നിങ്ങൾ എന്ത് അതോറിറ്റിയിലാണ്, നിങ്ങൾക്ക് എന്താ ഉള്ളത്, ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത എന്താ ഉള്ളത്,
അങ്ങനെ പറയുന്നു. അപ്പം ബേസിക്കലി അപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അത് എവിടേക്കാണ്? സുപ്രീം കോർട്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ 32 പറയുന്നത്. ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ടിലേക്ക് നമുക്ക് പോവാം. 5 തരത്തിലുള്ള റിറ്റുകളുണ്ട്: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറൈ ആൻഡ് ക്യോ വാറന്റോ. ഈ 5 നമുക്ക് റിറ്റുകളുണ്ട്. നമ്മൾ ബേസിക്കായിട്ട് ജസ്റ്റ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ സുപ്രീം കോർട്ടിന് ഒരിക്കലും നമുക്ക് എന്താ പറയുക, നമ്മൾ റിറ്റൊന്നും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിന് എന്തായാലും അത് നിരസിക്കാൻ പറ്റില്ല, എന്തായാലും എടുത്തേ പറ്റുള്ളൂ. ഹൈക്കോർട്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈക്കോർട്ടുകൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, മറിച്ച് വേറെ എന്തെങ്കിലും റൈറ്റ്സ് പ്രകാരം വേറെ എന്തെങ്കിലും റൈറ്റുകൾ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റിറ്റ് കൊടുക്കാം. എവിടെ? ഹൈക്കോർട്ടിൽ. സുപ്രീം കോർട്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നഷ്ടപ്പെട്ടാൽ മാത്രം, ഹൈക്കോർട്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സും പ്ലസ് ഇനി അതർ റൈറ്റ്സ് അങ്ങനെയുണ്ട്. അപ്പം നമ്മളുടെ ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഓഫ് റിറ്റ് എന്ന് പറയുന്നത് വലുതും സുപ്രീം കോർട്ടിൻ്റെ ചെറുതുമാണ്. ബേസിക്കലി ഇത്ര പഠിക്കാനുള്ളൂ. ആർട്ടിക്കിൾ 32 എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. 5 റിറ്റുകളുണ്ട്: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറൈ ആൻഡ് ക്യോ വാറന്റോ. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ നോട്ട്സും ക്വസ്റ്റ്യൻസും വീഡിയോയുടെ താഴെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു.